കൊച്ചിൻ മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ കൂടി നമുക്കൊപ്പം ശരിയാണ്. അപ്പോൾ കൊച്ചി മെട്രോ ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ട്. ആൾക്കാരുടെ ദൈനംദിന ജീവിതത്തിലെ കൊച്ചി മെട്രോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൾക്കാർ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഷോപ്പിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മെട്രോ ആണ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് സന്തോഷം ആണ്. കാരണം 1 ലക്ഷം ആൾക്കാർ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നുണ്ട്. 1 ലക്ഷം വരെ ചെയ്യുന്നുണ്ട്. അതെ. ഈ അങ്ങ് മുൻ DGP കൂടിയായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം നമ്മളൊരു യാത്ര തുടങ്ങിയതാണ്, കാസർഗോഡ് അവസാനിക്കുന്ന ട്രിവാൻഡ്രത്തുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഈ 14 ജില്ലകളിലും കടന്നു പോകും. അപ്പോൾ ഇത്രയും ജില്ലകൾ കടന്ന് എറണാകുളത്ത് എത്തിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ കാര്യം, കേരളത്തിലെ ഒരു പഞ്ചായത്ത് പോലും ഈ മുക്തമല്ല ഇതിൽ നിന്ന്. അവിടെ ആരെങ്കിലും ഒരാളുണ്ട് MDMAയും അതുപോലുള്ള രാസലഹരിയും താല്പര്യമുള്ള ആളുകൾ. വളരെ ഒരു ആക്ച്വലി വളരെ ഇല്ലായിരുന്നു അല്ലേ? ആ സമയത്ത് ആക്ച്വലി അത്ര ഇല്ലായിരുന്നു. ഈ കോവിഡ് കഴിഞ്ഞ ശേഷമാണ് കൂടുതൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പറയുന്നത്. പക്ഷെ അതിൽ ആരും ഒരു പഠനം നടത്തിയിട്ടില്ല. പക്ഷെ കേരളത്തിലെ പിന്നെ ഒരുപാട് കേസായി, ഒത്തിരി കേസായി. പ്രായമില്ലാത്ത കുട്ടികളുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇത് ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഓൺലി ദ പേഴ്സൺ ഹു കൺസ്യൂം അവർക്ക് മാത്രമേ ഇഷ്ടമാണോ. ഓക്കെ. അപ്പൊ അവരെ സെയിൽ ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഇഷ്ടമാണോ. വീട്ടിലെ പിന്നെ സൊസൈറ്റിയിലെ അതെല്ലാം എല്ലാത്തിലും ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തില് എന്തിനാണോ നമ്മുടെ മലയാളി കുട്ടികളെ ഇതിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ്. അവർക്ക് ഒരു നല്ല രീതിയിൽ ജീവിക്കണ്ടേ. ഇപ്പൊ മെഡിക്കൽ പ്രോബ്ലം ഉണ്ടാകും, സോഷ്യൽ പ്രോബ്ലം ഉണ്ടാകും, ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാകും, ഒരു അക്സെപ്റ്റബിലിറ്റി ഇല്ല. ആ സ്ഥിതിയിൽ പാരൻസിന്റെ റോൾ ഓൾസോ കൂടുതൽ. പാരൻസ് ഓൾസോ have to play a very significant role. Parents, relatives, പിന്നെ അത് ടീച്ചേഴ്സ്, അത് കൂടാതെ എൻഫോഴ്സ്മെന്റ് ഒന്നും നല്ലതായിട്ട് വേണം. എൻഫോഴ്സ്മെന്റ് വേണം, അതിലൊരു സംശയമൊന്നുമില്ല. അപ്പോൾ യഥാർത്ഥത്തിലൊരു അസാധാരണ സാഹചര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനത്തിലൂടെ കൂടുന്ന കുറച്ചുകൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ മെട്രോ തന്നെയാണല്ലോ എങ്ങോട്ടുള്ള മാറാൻ. ഓക്കെ. അപ്പോൾ അസാധാരണ സാഹചര്യം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ പിടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ, സ്ട്രോങ് അല്ലേ? അസാധാരണമായ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതിന് അസാധാരണമായ നടപടികൾ വേണമെന്ന് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ പറയുന്നു. പക്ഷേ അതിൽ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഒരു അവയർനെസ് പ്രോഗ്രാം, പിന്നെ എൻഫോഴ്സ്മെന്റ്. ഇപ്പോൾ ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് ഇൻവോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ. പിന്നെ എൻഫോഴ്സ്മെന്റ് നല്ലതായിട്ട് ചെയ്യണം, പിന്നെ അവയർനെസ് പ്രോഗ്രാം ചെയ്യണം. പക്ഷേ എൻ്റെ ഒരു പ്രൊഫഷണൽ കാര്യമാണെങ്കിൽ പാരൻസ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയാൽ കുറച്ച് അതവർ വിട്ടുകൊടുക്കേണ്ട. പിന്നെ എന്തെങ്കിലും ഒരു സിംഗിൾ ഒരു ബിഹേവിയറിൽ ചേഞ്ച് കണ്ടാലേ പെട്ടെന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. കൗൺസിലിംഗ് എല്ലാവരും. പിന്നെ മീഡിയ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ഇവർക്ക് ഇത് ഭയങ്കര രീതിയിൽ തങ്ങളുടെ പ്രോഗ്രാം ഭയങ്കര ഹിറ്റ് പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഇച്ചിരി തീരെ ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ എന്തിനാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല. നമ്മുടെ മെട്രോയിലെ ഓൾസോ ഞങ്ങൾ കുറെ അവയർനെസ് പ്രോഗ്രാം ചെയ്തു, എക്സൈസ് പോലീസായിട്ട്. പക്ഷെ ഞങ്ങൾ എല്ലാ സമയത്തും പറയുന്നുണ്ടോ. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ഈ അനൗൺസ്മെന്റ് ഉണ്ടല്ലോ, അനൗൺസ്മെന്റില് ഇപ്പോൾ ഈ ബോധവൽക്കരണം അവയർനെസ് കൂടുതലും എൻഫോഴ്സ്മെന്റ് കുറവാണ് എന്ന ഒരു ആരോപണമുണ്ട്. എൻഫോഴ്സ്മെന്റിനുള്ള ശക്തമാവുകയും അവയർനെസിന്റെ സമയം കഴിഞ്ഞ് ഇനി എൻഫോഴ്സ്മെന്റിലേക്ക് കടക്കണം എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്തൂടെ വരുന്നുണ്ട്. സാറിന് ഇവിടെ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ് ഉണ്ട്. ഡാൻസ് ആപ്പ് ഡ്രഗ് കേന്ദ്രമായിട്ട് ഞാനുള്ള സമയത്ത് തന്നെ ഉണ്ടാക്കിയ ആ സാധനമാണ്. അത് ഭയങ്കര അതൊന്ന് ശക്തമാക്കിയാൽ മതി. അവർ ഭയങ്കര ആക്ച്വലി രീതിയിൽ അവർക്ക് ഇൻഫോർമേഷൻസ് കിട്ടും. ആരെ വിട്ടുകൊടുക്കേണ്ട, ഏതെങ്കിലും രീതിയിൽ അവർ പിടിക്കണം. ഇതെല്ലാം നോൺ വെലബിൾ ഒഫൻസാ. കാരിയേഴ്സിൽ ഒതുങ്ങുകയാണ്. സോഴ്സ് ആക്ച്വലി അറ്റാക്ക് ചെയ്യുക. പക്ഷെ ഞങ്ങളുടെ എന്താണ് സ്ട്രാറ്റജിയിലെ സോഴ്സ് അറ്റാക്ക് ചെയ്യുക, ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ട്രീറ്റ് ചെയ്യുക. അതാണ്. പിന്നെ അങ്ങയുടെ മെട്രോ എങ്ങനെ പോകുന്നു? മെട്രോ നന്നായിട്ട് പോകുന്നുണ്ടോ. ഇപ്പൊ നമ്മുടെ ഇപ്പോൾ 3rd പേജിന്റെ DPR ഉണ്ടാക്കിയാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. താങ്കൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു എയർപോർട്ടിലേക്ക് എന്തിനാണോ. ഇപ്പൊ എയർപോർട്ടിലേക്ക് ഞങ്ങൾ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പോകണം. ഏത് മെട്രോ എയർപോർട്ടിൽ പിന്നെ 2nd പേജ് ഞങ്ങൾ 2026 പൂർത്തിയാക്കും. ഇതിപ്പോ എത്ര ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്? 1 ലക്ഷം ആൾക്കാർ ഒരു ദിവസം. 1 ലക്ഷം. അപ്പൊ ആൾക്കാരുടെ സൗകര്യം കൂടി അങ്ങൊന്ന് കേൾക്കുന്നു. ഞാൻ ചോദിച്ചു നോക്കാം. അതെ. അപ്പൊ നിങ്ങൾ മെട്രോ ഉപയോഗിക്കുന്നതാണോ? എങ്ങനെയുണ്ട് മെട്രോ? സ്ഥിരം യാത്ര ചെയ്യുമോ? എങ്ങനെയുണ്ട് മെട്രോ? എങ്ങനെയുണ്ട്? വേറെ സാറ് നിൽക്കുന്നു പറയരുത്. സാറ് മാറിയിരുന്നു. ഇവര് ചിലപ്പം മോളുടെ പേരെന്താ? മോളെ ചേട്ടാ എന്നെ പിടിച്ചു ചേട്ടാ. ചേട്ടാ ഒന്ന് പിടിച്ചു ചേട്ടാ. ഓക്കെ. അപ്പൊ
മോളെ എങ്ങനെയുണ്ട്? മെട്രോ എങ്ങനെയുണ്ട് മോളെ? നല്ലതാ. എവിടുന്ന് കയറി എവിടുന്ന് ഇറങ്ങും? ഞാൻ മഹാരാജാസ് നേരെ എടപ്പള്ളി ഇറങ്ങും. ഓക്കെ ചേട്ടാ, താങ്ക് യു. ചേട്ടൻ സ്ട്രോങ്. യു ആർ ഫ്രം ആലുവ. എന്റെ അമ്മ, ഞാൻ യഥാർത്ഥത്തില് പശ്ചിമ ബംഗാളിൽ നിന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ഥിരം മെട്രോ ഉപയോഗിക്കുവോ? സ്ഥിരം ഉപയോഗിക്കുന്നത്. എങ്ങനെയുണ്ട് മെട്രോയുടെ? മെട്രോ നൈസ് അല്ലേ? വേറെ സാറോട് ഉണ്ട്, കുഴപ്പമില്ല. കുഴപ്പമില്ല. നല്ല ആലുവന്ന് വരും, എം ജി റോഡ് പോകും. സൂപ്പറാ അല്ലേ? കുഴപ്പമില്ല. അപ്പൊ മെട്രോയെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉള്ളവരും വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. അപ്പോഴാണ് എം പി നേരിട്ട് കേൾക്കും. പരാതി ഉണ്ടോ? ഇല്ല ഇല്ല. ചേച്ചി പരാതി ഉണ്ടോ? ചേച്ചിയെ കണ്ടിട്ട് ഒരു പരാതി ലുക്ക് ഉണ്ടല്ലോ. എന്തോ ഒരു കേറാറുള്ള ആളല്ല സാറേ. ആണല്ലേ? അപ്പൊ പരാതി നമ്മുടെ ക്യാമറ എവിടെ? ഒരു പരാതിക്കാരി ഉണ്ട്. ഇല്ല, ഒരു പരാതിയില്ല. എന്താ പേര്? ഷിലി. മലപ്പുറം പരാതി ഉണ്ടാക്കണമെന്നല്ല, മെട്രോ നമ്മുടെ അഭിമാനമല്ലേ അല്ലേ? കാരണം കൊച്ചിക്കാർക്ക് ഈ മെട്രോ വന്ന ശേഷം കുറച്ച് ഈസി ആയിട്ട് അല്ലേ യാത്ര ചെയ്യാൻ പറ്റും. ഉദ്യോഗസ്ഥയാ? എവിടെ? മാർത്തോമ കോളേജ്, തിരുവല്ല. പേരെന്താ പറഞ്ഞത്? ഷില്ലി. ഷില്ലി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. ഹായ് മോളെ, എങ്ങോട്ടാ യാത്ര? കലൂർ. എങ്ങനെയുണ്ട് മോളെ മെട്രോ? നല്ല. ഞാൻ ആക്ച്വലി 2 വർഷമായിട്ട് എപ്പോഴും ലൈക് സ്കൂളിൽ പോകണാണെങ്കിലും ട്യൂഷൻ. സ്കൂളിൽ പോകണോ? ഇതിലാണോ സ്കൂളിൽ സ്ഥിരം പോകുന്നത്? അല്ല, 2 വർഷമായിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് മെട്രോ തന്നെയാണ്. ഇപ്പൊ എവിടോട്ടാ യാത്ര? കലൂർ നെക്സ്റ്റ് സ്റ്റേഷൻ. എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ? ഉണ്ട്. ലൈക്ക് എനിക്ക് ഭയങ്കര കൺവീനിയബിൾ ആണ്. ബിക്കോസ് ട്രാഫിക് എല്ലാം കറക്റ്റ് ടൈമിൽ ചെല്ലും. എന്താ പേരെന്നാ പറഞ്ഞേ? ലിസ്ന. സൂപ്പറാ. ഓക്കെ. സ്റ്റുഡന്റ് ആണോ? ഗ്രീറ്റ് പബ്ലിക് സ്കൂൾ കലൂർ. സാറ് രക്ഷപ്പെട്ടു കേട്ടോ, ആർക്കും പരാതിയില്ല. ഓ ശരി. മാഡം ചോദിച്ചേ ഉണ്ടാകും. മാഡം, ബെഹ്റ സാറ് ഒരു പരാതി കേൾക്കാനായിട്ട് വന്നിരിക്കുക. സാർ എഴുന്നേറ്റപ്പോഴേ ഒരു പരാതി ഇങ്ങനെ കേൾക്കണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുക. പരാതിയൊന്നുമില്ല. ഞങ്ങൾ 1 year ആയിട്ട് യാത്ര ചെയ്തോണ്ടിരിക്കണം. കുറെ നാളായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ട്രാഫിക് ഒന്നും കൂടാണ്ട് പെട്ടെന്ന് എത്താൻ പറ്റും. ഈ എപ്പോഴെങ്കിലും ഇതിന്റെ MD ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഒരു ഡയലോഗ് ആച്ചാമായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോഴേ കിട്ടൂ, ഇനി അദ്ദേഹത്തെ കിട്ടുന്നില്ല. ഇല്ലല്ലേ? ബെഹ്റ സാറിന് നല്ല സമയമാണ് കേട്ടോ. ഓക്കെ. മെട്രോയ്ക്ക് പ്രത്യേകിച്ച് ഒരു പരാതിയും ഇല്ല. ഇത്ര സുഖമായിട്ട് ട്രാവൽ ചെയ്യാനും പറ്റില്ല. ഈ AC സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നല്ല ചൂടത്ത് ഈ AC ഉണ്ടല്ലോ, ഇത്രയും നല്ല AC. അപ്പൊ സാറിന്റെ സമയമോ നല്ല ടൈമാ കേട്ടോ. അപ്പൊ എല്ലാവരും വലിയ അഭിപ്രായം. നമ്മുടെ ഇപ്പോ നമ്മുടെ എന്തൊക്കെയാ വികസന പദ്ധതികൾ? വാട്ടർ മെട്രോ ഇപ്പോൾ പോകുന്നുണ്ട്, വളരെ ഹിറ്റായി. ഇപ്പോൾ വാട്ടർ മെട്രോ 17 സ്ഥലത്തിൽ ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ടോ? അതെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ സഹകരിക്കുന്നുണ്ടല്ലേ? ഇപ്പോൾ ആ മറ്റേ പ്രോജക്ട് ഇതിലല്ല, മറ്റേ ഇപ്പൊ പറഞ്ഞ കശ്മീർ, പിന്നെ ഗുവാഹട്ടി, കൊൽക്കത്ത അവിടെ ചെയ്യണം. കാശുണ്ടാക്കാം. നേരിട്ട് നമ്മുടെ യാത്രയുടെ ഭാഗമായിക്കൊണ്ട് മെട്രോയിൽ യാത്ര ചെയ്യുന്ന ആളുകളുമായി സാർ നേരിട്ട് സംസാരിക്കുന്നു എന്നുള്ളത് കൂടെ ഒരു അതൊരു പ്രശ്നമാണ്. കാര്യം എനിക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ആള് മാറി ഇതിൽ സഞ്ചരിക്കണം. അങ്ങ് ഒരു പോലീസ് ഓഫീസർ ആയിരുന്ന ആളല്ലേ? ഞാനല്ലേ കറക്റ്റ് അറിയാം. അങ്ങനെ ഡാൻസ് ആ പോലെ അല്ലെങ്കിൽ നമ്മുടെ അല്ലേ ആള് മാറി. സാറ് ബെഹ്റ സാറായിട്ട് സഞ്ചരിച്ചായിരുന്നു പറയും. സാർ ഈ പോലീസ് ആയതുകൊണ്ട് എല്ലാവർക്കും പേടിയുണ്ടാവും. ഞാനത് ആ രീതിയിൽ പോവാറില്ല. പിന്നെ ഞാനിപ്പോ പല സമയത്ത് ഇതിൽ പോകും. അതോടെ നമ്മുടെ ആൾക്കാരായിട്ട് സംസാരിക്കാം, അവരുടെ നല്ല കാര്യം. പിന്നെ കേൾക്കാം. ഇപ്പൊ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോളണം. പിന്നെ നമുക്ക് വാട്ടർ മെട്രോ നല്ലതായിട്ട്. പക്ഷെ ഇവിടെ ഇതിൽ തന്നെ ഇപ്പോ ഒരു ഫീഡർ സർവീസ് തുടങ്ങിയിട്ടുണ്ടോ? അപ്പോ ആൾക്കാർക്ക് ഒരു സ്ഥലത്തിന് പിന്നെ എനിക്കൊരു ഇത് ഈ മെട്രോ ഞാൻ ശ്രദ്ധിച്ചപ്പോഴേ എന്ത് തുടങ്ങിയാലും അതിനകത്തൊരു വൃത്തിയും എടുപ്പുണ്ട്. കേരളത്തിൽ കുറച്ച് കുറവുള്ള സാധനമാണുള്ളത്. എല്ലാവരും നമ്മൾ 4 നേരം കുളിക്കുമെങ്കിലും പൊതുവെ അത്ര ക്ലീൻ അല്ലല്ലോ. പക്ഷെ ഇത് നല്ല. പക്ഷേ നമ്മുടെ മെട്രോ ഇന്ത്യയുടെ ക്ലീനസ്റ്റ് മെട്രോ ആണ്. അതാണ് അത് നോക്കേ, ഇതിൽ ഒരു ഡോസ്റ്റ് ബെല്ലും ഒന്നും കാണില്ല. ഈ മെട്രോയുടെ ചൈതന്യം സാറിന്റെ മുഖത്തും ഉണ്ട്. സാറും തെളിഞ്ഞിട്ടുണ്ട് ഇപ്പൊ സത്യമായിട്ടും. കാര്യം എന്ന് വെച്ചാലേ മെട്രോ നഷ്ടത്തിലായിരുന്നു സാറിന്റെ മുഖത്തൊന്ന് ഞാൻ വായിച്ചെടുത്തേ അല്ലേ? അപ്പൊ മെട്രോ ലാഭത്തിലായോ? നമ്മുടെ ഓപ്പറേഷണൽ പ്രോഫിറ്റായി. എന്നായി എന്നത്തേക്ക് പ്രോഫിറ്റിലാവും? ഇത് കുറച്ച് വർഷം ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായോ? ഹൈ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ നമ്മുടെ 3ാമത്തെ ഫേജ് നമ്മുടെ എയർപോർട്ടിലേക്ക് പോകും. അതെ, അത് എന്നത്തേക്ക് അത് ഇതിന്റെ DPR ചെയ്യാൻ വേണ്ടിട്ടാണ് പറഞ്ഞിട്ട്. നേരത്തെ ഒരു DPR ഉണ്ടായിരുന്നു, അത് റിജക്ട് ആയി. ആരാ ഇത് അപ്രൂവ് ചെയ്യേണ്ടത്? സെൻട്രലാണ്. ഇതിന്റെ റൂട്ട് എങ്ങനെ പോകും സാർ എയർപോർട്ടിലേക്ക്? എയർപോർട്ടിലേക്ക് നിൽക്കുകയാണല്ലോ. ആലുവ നിന്നു നെടുമ്പാശ്ശേരി ഒരു റൗണ്ട് ആയിട്ട് അങ്കമാലി വരെ പോകും. അത് വഴി പോകുമ്പോൾ എന്റെ സംശയം സാർ, കുറച്ച് കിലോമീറ്ററോളം നമുക്ക് ആളുകൾ ഇറങ്ങാനും കയറാനും ഇല്ലാതിരിക്കുമല്ലോ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ. അത് എയർപോർട്ടിലെ ഞങ്ങൾ അണ്ടർഗ്രൗണ്ട് ചെയ്യും. അണ്ടർഗ്രൗണ്ട് പോകും. ഓ, അത്ര ദൂരം നമ്മൾ നഷ്ടത്തിൽ ഓടേണ്ടി വരുമോ?
അതോ മറ്റേ കാഞ്ഞൂർ വഴിയൊക്കെ പോകുമോ, ചുറ്റി പോകുമോ? അതിലെ ഈ ഇപ്പൊ DPR ഉണ്ടാക്കാൻ സമയത്തെ ആ ടെക്നിക്കൽ കാര്യങ്ങൾ അവർ രണ്ടു കാര്യം നോക്കും. താങ്കൾ പറഞ്ഞ കാര്യം ശരിയാ. 2-3 ഓപ്ഷൻസ് ഉണ്ടോ, അത് ഏതോ ബെസ്റ്റ് ഓപ്ഷൻ ആണ് അവർ പറയും. എയർപോർട്ടിനകത്ത് തന്നെ കയറി ഇറങ്ങണം. എയർപോർട്ട് അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എയർപോർട്ടിന്റെ മുകളിൽ മെട്രോ ഒന്നിക്കും, സാർ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതുപോലെ ആ മെട്രോ അവിടെ തന്നെ പോയി നിൽക്കണം, അല്ലെങ്കിൽ പിന്നെ ഓട്ടോറിക്ഷ പിടിച്ച് പോകേണ്ടി വരികയാണ്. ഇല്ല അതല്ല, ഉള്ളില് തന്നെ ഉണ്ടാക്കിയിട്ട് ലിഫ്റ്റില് നമുക്ക് മേളില് ഇവിടെ ഇന്നും ചെക്ക് ഇൻ ചെയ്യാം. ടെർമിനലിലേക്ക് ചെന്ന് ഇറങ്ങുകയാണല്ലോ ഡൽഹി മെട്രോ. ടെർമിനലിലേക്ക് പോകും, ഇത് ടെർമിനലിലേക്ക് തന്നെ പോകും. വാട്ടർ മെട്രോയ്ക്ക് മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള എൻക്വയറീസ് ഒക്കെ ധാരാളം വരുന്നുണ്ട്. അതല്ല, പൈസ ഉണ്ടാക്കാൻ പോകുന്നു. 17 സ്ഥലത്തിൽ ഇപ്പോ ഫിസിബിലിറ്റി സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശം വന്നു. അത് കാരണം DPR ഉണ്ടാകാം, ഇതൊന്നും നടക്കും. എന്തായാലും സാർ വളരെ സന്തോഷം. ധീരമായ നടപടിയായിട്ട് അങ്ങ് മുന്നോട്ട് പോവാം. താങ്ക് യു. അതിനിടയിൽ അങ്ങയുടെ ഈ DGP ആയിരുന്ന ആ പരിചയമൊക്കെ ഉപയോഗിച്ചിട്ട് ഈ നമ്മുടെ ഈ മറ്റേ സാധനം ഒന്ന് ഒതുക്കാനായിട്ട് സഹകരിക്കും. നമ്മുടെ മെട്രോയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. താങ്കൾക്ക് അനൗൺസ്മെന്റ് സാറിന് NIA-യിൽ ഇരുന്നിട്ട് ഈ പറയുന്ന കക്ഷികളെ കൈകാര്യം ചെയ്ത ഒരു പരിചയം കൂടി ഉണ്ടല്ലേ? അതിന്റെ NIA-യിൽ ഇരുന്ന സമയത്തും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അല്ല, ഈ പറയുന്ന ലഹരി ഒരു ലഹരിക്ക് വേണ്ടി NCB ഉണ്ടോ, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, അതാണ് സെപ്പറേറ്റ് പൂര സ്പെഷ്യലൈസ്ഡ്. അല്ല, കാരണം അറിയോ, മുഖ്യമന്ത്രി ഇപ്പം വളരെ ഗൗരവമായ നടപടികളൊക്കെ എടുക്കുന്നു പറയുന്നു. അപ്പൊ അങ്ങയുടെ കുറച്ച് ഉപദേശമൊക്കെ ഈ കാര്യത്തിൽ വേണം. അല്ല, അദ്ദേഹംക്ക് ഈ കാര്യത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ 2 കാര്യം ചെയ്യണം. ഒന്നാമത്തെ കാര്യം നല്ല എൻഫോഴ്സ്മെന്റ് ചെയ്യണം ഈ സപ്ലൈക്ക് നിർത്താൻ വേണ്ടിയിട്ട്. കാരണം ബാക്കി കാര്യങ്ങളൊന്നും അവയർനെസ് പ്രോഗ്രാം പാരന്റ് ആൻഡ് ടീച്ചർക്ക് ഭയങ്കര ഒരു റോളാണ് ഉണ്ട്. ഒരു അഡിക്ഷൻ ആയി പോയാൽ വലിയ പ്രശ്നമാണ്. അഡിക്ഷന്റെ മുമ്പ് പിടിക്കണം. ഒരു പ്രാവശ്യം പിടിച്ച ശേഷം കുറച്ച് മാറ്റങ്ങളും ഉണ്ടാകും. ആ മാറ്റങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് കൗൺസിലിംഗ് മറ്റേ കാര്യങ്ങളൊന്നും ചെയ്യണം, ഇല്ലെങ്കിൽ വലിയ പ്രയാസമായിരിക്കും. എന്ന് എനിവേ താങ്ക് യു. അങ്ങയുടെ മെട്രോയിൽ തന്നെ കയറി ഇത് പറയാൻ പറ്റിയത്. താങ്ക് യു. കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ സംസാരിക്കായിരുന്നു.